അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർമീയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് നല്ല അറിവുകൾ നിങ്ങളിലേക്ക് ഞാൻ വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടൊക്കെ ചെയ്യും. അത് നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നന്മ ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ലോകത്തിൻ്റെ നേതാവാണ്. കഴിഞ്ഞുപോയ ധാരാളം അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അവരെക്കാളെല്ലാം ഉന്നതങ്ങളിൽ നിൽക്കുന്നവരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞു, ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. എല്ലാ പ്രവാചകന്മാരെക്കാളും ഉന്നതങ്ങളിൽ നിൽക്കുന്നവരാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ ഖൽഖിലും ഖുലുഖിലും, അതായത് സൃഷ്ടിപ്പിലും സ്വഭാവത്തിലുമെല്ലാം നബിമാരെക്കാൾ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമിലും അവിടുത്തെ ബഹുമാനത്തിലും ഒരാളും ഒരു നബിമാരും ആ ഹബീബായ തങ്ങളോട് അടുക്കാത്തവരാണ്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്നവർക്ക് മറുപടിയായിട്ട് മഹാന്മാരെ രേഖപ്പെടുത്തിയത് കാണാം. മറ്റുള്ള ആളുകൾക്കില്ലാത്ത, പ്രവാചകന്മാർക്കില്ലാത്ത, അല്ലെങ്കിൽ മറ്റു സ്വാലിഹീങ്ങൾക്കില്ലാത്തതായ ഒരു പ്രത്യേകമായ 10 സവിശേഷത, ശ്രേഷ്ഠത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതായി മഹാന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒന്നാമതായി മഹാന്മാർ പറയുകയാണ് 10 പ്രത്യേകതകൾ. അത് നമ്മൾ പഠിച്ചു വെക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കോട്ടുവായ ഉണ്ടായിരുന്നില്ല. നമുക്ക് ക്ഷീണം വരുമ്പോൾ, ഉറക്കം വരുമ്പോൾ നമുക്ക് കോട്ടുവായ വരികയാണ്. കോട്ടുവായ നമുക്ക് വരുമ്പോൾ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് കൈ പൊത്തണം. ഈ കോട്ടുവായ എന്നുള്ളത് ശൈത്താനിൽ നിന്നുള്ളതാണ്. ആ ഒരു കോട്ടുവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ല. നമുക്കാണെങ്കിൽ എപ്പോഴും വരും നമ്മൾ അഊദു പറഞ്ഞിട്ട് കൈപൊത്തണം. അത് പ്രത്യേകം സുന്നത്ത് കൂടിയാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജസദിൽ, ശരീരത്തിൽ ഈച്ച വന്നിരിക്കില്ല. ഈച്ചയുടെ ഒരു സ്വഭാവമുണ്ട്. വ്രണങ്ങളുള്ള മ്ലേച്ഛമായ സ്ഥലത്താണ് ഈച്ച ഇരിക്കുന്നത്. ശരീരത്തിൻ്റെ നല്ല ഭാഗത്തിൽ ഈച്ച വന്നിരിക്കാറില്ല. എന്നാൽ ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ പോലും ഈച്ച വന്നിരിക്കാറില്ല. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത മഹാന്മാർ പറയുന്നത്, മുൻഭാഗം പോലെ കാഴ്ചയാണ് ബാക്കിലും. മുൻഭാഗത്ത് കാണുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നിലുള്ളതും കാണാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതൊരു മൂന്നാമത്തെ പ്രത്യേകതയാണ്. മറ്റു മഹാന്മാർക്കോ നേതാക്കൾക്കോ അതുപോലെ ഇല്ല. പ്രത്യേകമായ അല്ലാഹു നൽകിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നാലാമത്തതൊന്നാണ്, സ്ഖലനമില്ല ഒരിക്കലും. സ്ഖലനം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു പ്രത്യേകതയാണ്, ഏത് സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരുന്നാലും നബി തങ്ങളുടെ ചുമൽ എല്ലാവരെക്കാളും ഉയർന്നു നിൽക്കും. അത് ഹബീബായ തങ്ങളുടെ ബഹുമാനം, അല്ലാഹ് നൽകിയ ബഹുമാനമാണ്. അതുപോലെ ആറാമത്തത് നമ്മൾ പഠിച്ചു വെക്കണം, ഭൂമിക്ക് മുകളിൽ നിബിധങ്ങൾ മൂത്രമൊഴിച്ചാൽ ഭൂമിക്ക് മുകളിൽ കാണൂല, അത് ഭൂമി വിഴുങ്ങിക്കളയുകയാണ്. അതുപോലെ കാഷ്ടിച്ചാലും ഭൂമി വിഴുങ്ങിക്കളയുകയാണ്. അത്രയും ബഹുമാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും കണ്ണിന് ഉറക്കമുണ്ട്, എന്നാൽ തന്നെയും ഖൽബിന് ഉറക്കമില്ല, എന്നാൽ പിന്നെയും. നബി തങ്ങൾക്ക് കണ്ണിനുറക്കമുണ്ട്, പക്ഷെ ഖൽബൊട്ട് ഉറങ്ങൂല. ഹൃദയം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൃദയം എപ്പോഴും ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് മഹാന്മാരുടെ പ്രത്യേകത പറയുകയാണ്. എട്ടാമത്തത്, മൃഗങ്ങൾ നബി തങ്ങളെ കണ്ടാൽ ആ മൃഗങ്ങൾ ഓടുകയില്ല. അടുത്തേക്ക് അതേ വളരെ സ്നേഹത്തോടെ മൃഗങ്ങൾ മുത്തുനബിയുടെ അടുക്കലേക്ക് വരികയാണ്.
നമ്മളൊരു പൂച്ചയുടെ അടുക്കലേക്കോ അല്ലെങ്കിൽ പരിചയമില്ലാത്തൊരു മൃഗത്തിൻ്റെ അടുക്കലേക്കോ ചെന്നാൽ ആ മൃഗം ഓടി രക്ഷപ്പെടുകയാണ്. അതേ സ്ഥാനത്ത് മുത്ത് നബിയുടെ മുമ്പിൽ മൃഗങ്ങൾ അതേ താഴ്മയോടെ വാത്സല്യത്തോടെ ഏത് വലിയ മൃഗമാണെങ്കിലും ഏത് ചെറിയ മൃഗമാണെങ്കിലും അതേ അടുത്തേക്ക് കടന്നു വരികയാണ്. ഇത് മുത്തുനബിയുടെ പ്രത്യേകതയാണ്. ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മാന് വന്നിട്ട് സങ്കടം പറഞ്ഞത്, ഒട്ടകം വന്നിട്ട് സങ്കടം പറഞ്ഞത്. അതുകൊണ്ട് മുത്തുനബിയുടെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു വെക്കണം. മറ്റൊന്നാണ് സൂര്യൻ അതേ പ്രോജ്വലിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും നിഴല് കാണാറുണ്ട് ഉച്ച സമയത്തൊക്കെ. എന്നാലും മുത്തുനബിക്ക് നിഴലില്ല. കഠിനമായ ചൂടുള്ള സമയത്തും ശംസ് സൂര്യൻ അതേ പ്രോജ്വലിച്ച പ്രകാശം പ്രവഹിക്കുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നാൽ സുബ്ഹാനല്ലാഹ് നിഴലുണ്ടാകൂല. അത് മുത്തുനബിക്കുള്ള പ്രത്യേകതയായിട്ട് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. 10ാമതൊരു മഹത്വം പ്രത്യേകത എന്താണ്? പ്രസവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഖ്തൂനായിരുന്നു എന്ന് പറഞ്ഞാൽ സുന്നത്ത് കല്യാണം കഴിച്ച രൂപത്തിലായിരുന്നു നബി തങ്ങൾ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒരാൾ സുന്നത്ത് കഴിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഇതൊക്കെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളാണ്. ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് വലിയ വിജയമാണ്. ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പേരിൽ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു സഹോദരി, ആ സഹോദരിയുടെ മകള് മരണപ്പെട്ടപ്പോൾ ഉമ്മയാകുന്ന സഹോദരി ഹസൻ ബസ്രി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, അല്ലയോ ഹസൻ ബസ്രി തങ്ങളെ, എൻ്റെ മകള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ മകളുടെ അവസ്ഥ എനിക്കൊന്നറിയാൻ, ആ മകൾ ഖബറിലെ അവസ്ഥ ഒന്നെനിക്ക് കാണണം. അങ്ങനെ എന്തോ ചൊല്ലാൻ വേണ്ടി ഹസൻ ബസ്രി തങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു അത് എന്തോ പറഞ്ഞു കൊടുക്കുന്നത് ആ ഉമ്മ പോയി ചെല്ലുകയാണ്. പിറ്റേ ദിവസം കരഞ്ഞുകൊണ്ട് ഹസൻ ബസ്രി തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. വന്ന് ചോദിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. മകളെ കണ്ടു, ഖബറിൽ വലിയ പ്രയാസമാണ്, കഠിനമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞ് സ്വാന്തനിപ്പിച്ച് സമാധാനിപ്പിച്ച് ആ പെണ്ണിനെ ആ സഹോദരിയെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ്. കുറേ ദിവസം കണ്ട് കഴിഞ്ഞപ്പോൾ സംബശ്ശേരി തങ്ങൾ തന്നെ ആ മരണപ്പെട്ടു പോയ മകളെ കാണുകയാണ്. ഖബറിൽ സ്വർഗീയ അനുഭൂതിയുള്ള അവസ്ഥയാണ്, സന്തോഷകരമായ സാഹചര്യമാണ്. ഉടനെ ചോദിക്കുമ്പോൾ പറയുന്നു, എന്നെ ഖബറടക്കിയ ഖബർസ്ഥാനം പള്ളിക്കാട് ശ്മശാനം, ആ പള്ളിക്കാട്ടിലേക്ക് അല്ലെങ്കിൽ ഖബർസ്ഥാനിലേക്ക് അതേ ഒരു മനുഷ്യൻ വന്നിട്ട് അവിടെ അടുത്തുള്ള ഒരു ഖബറിന് സിയാറത്ത് ചെയ്യുമ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ആ സ്വലാത്ത് മുഴുവൻ ഖബറാളികൾക്കും അല്ലാഹുവേ ഇത് ഞാൻ ഹദിയ ചെയ്യുന്നു എന്ന നിലക്ക് ഹദിയ ചെയ്തിട്ട് അതേ ആ മനുഷ്യൻ ദുആ ചെയ്ത് പിരിഞ്ഞു പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഇതോടുകൂടി അള്ളാഹു സ്വർഗീയ നബൂരി ആ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് ആ ഖബർസ്ഥാനിലെ മുഴുവൻ ആളുകൾക്കും നൽകിയെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാം. അത്രയും പവറുള്ള നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ മറക്കരുത്. പുതുവത്സരമായി മുഹറത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഒരു വർഷം നമ്മൾ പിന്നിട്ട് പോയല്ലോ. എത്ര നന്മകളാ ചെയ്തത്, എത്ര തിന്മകളാ ചെയ്തതറിയില്ല. അതൊന്ന് നമ്മൾ ആലോചിച്ചെടുത്ത് നന്മ മാത്രം ചെയ്യുന്നൊരു ജീവിതം, നന്മ മാത്രം പറയുന്ന ഒരു നാവ്, നന്മ മാത്രം കേൾക്കുന്നൊരു ചെവി, നന്മ മാത്രം ചിന്തിക്കുന്നൊരു കൽബ്, നന്മ മാത്രം കാണുന്നൊരു കണ്ണ്, ഇങ്ങനെ ശരീരത്തിൽ മുഴുവനും നന്മ നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതിലേറ്റവും ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുക എന്ന് പറഞ്ഞാൽ സലാത്ത് ഒരു 100 പ്രാവശ്യമെങ്കിലും മുടങ്ങാതെ സലാത്ത് ചെല്ലാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാര്, സഹോദരങ്ങൾ, കുടുംബക്കാർ, കൂട്ടുകാർ, അയൽവാസികൾ പലരും ഉണ്ടാകാം. അവരൊക്കെ പല മജ്ലിസുകളിലും പങ്കെടുക്കുന്നവരാണ്, പല ഗ്രൂപ്പുകളിലും പ്രവർത്തിക്കുന്നവരാണ്. അതൊക്കെ വലിയ ഗുണമാണ്. സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസുകൾ, മുത്തുനബിയുടെ മദ്ഹ് കേൾക്കുന്നത്, പറയുന്നത്, കേൾക്കുന്നതെല്ലാം നമുക്ക് നാളെ മുത്തുനബിയുടെ ശഫാഅത്തിന് കാരണമാണ്. അതുകൊണ്ട് ഇന്ന് പഠിച്ച മുത്തുനബിയുടെ 10 പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കാം. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ 10 പ്രത്യേകതകൾ വീട്ടിലങ്ങ് എഴുതി വെച്ചാൽ തന്നെ ആ വീടിന് മഹത്വമാണ്. ആ വീട്ടിൽ ഫിത്ന ഉണ്ടാകൂല, കരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകൂല, തീപിടുത്തമുണ്ടാകൂല എന്നൊക്കെ മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് ഈ 10 മഹത്വം പഠിച്ചു വെക്കണം. മുത്തുനബിയെ കൂടുതൽ എടുത്തറിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.